ആദ്യം നേർച്ചയാക്കുക, പിന്നെ നിയ്യത്ത് വെക്കുക. ഇതാണ് എഴുത്തിക്കാപ്പ് സംബന്ധമായിട്ട്. കഴിഞ്ഞില്ലേ? എന്നാൽ ഇനി നമ്മൾ കുറച്ച് ദിക്റും സലാത്തും ചൊല്ലിയിട്ട് ഒന്ന് ദ്വാരിക്കുക. ഒരുപാട് പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാം നമുക്ക് തുറന്നു പറയണം. അള്ളാഹു നമ്മൾക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹു നമ്മൾക്ക് ഈമാൻ തന്നു എന്നതാണ്. അത് സംരക്ഷിച്ചു കിട്ടാനാണ് ഇന്നത്തെ ദിവസത്തിൽ, എല്ലാ ദിവസത്തിലും നമ്മുടെ പ്രാർത്ഥന, ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ യാചന. അതൊന്ന് സംരക്ഷിച്ചു കിട്ടണം. ഏറ്റവും വലിയ പേടിയും ബേജാറും അത് തന്നെയാണ്. എന്റെ ആഖിബത്ത് എന്തായിപ്പോകുമോ എന്ന ചിന്ത, എന്റെ ഈമാൻ എന്തായിപ്പോകുമോ എന്ന ആലോചന, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ബേജാറാകേണ്ടതും ഐമലാണ്. അതുകൊണ്ട് ഇന്നത്തെ സദസ്സിൽ നമ്മൾ പ്രധാനമായി ലക്ഷ്യമാക്കേണ്ടത്, അല്ലാഹുവേ എന്റെ ഈ അമലുകൊണ്ട് എനിക്ക് എന്റെ ഈമാനൊന്ന് സംരക്ഷിച്ചു തരണേ പടച്ചവനെ. ഒറ്റ കാര്യം എന്റെ മോമിനീങ്ങളോട് ഉണർത്താനുള്ളത്, നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഭാഗമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നക്കും നമ്മുടെ ചെവിടും നന്നായി സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ മഹാന്മാരെയും അവൻ ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരും സാധാങ്ങളെയും ആലിമീങ്ങളെയും, അത് ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നാലും ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരായിരുന്നാലും അവരിലൊന്നും നമ്മുടെ നാവ് തട്ടിക്കാതെ, ചെവിട് അതിന്മേൽ ഉരസാതെ നമ്മുടെ ജീവിതത്തെ നാം സൂക്ഷിക്കുക എന്നതാണ് ഈമാൻ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാനുള്ള തീരുമാനവും ഇന്നത്തെ സദസ്സിന്റെ ഭാഗമായി ഉള്ളതാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ദീനും ഈമാനും സംരക്ഷിച്ചു കിട്ടുന്നതിന് വേണ്ടി മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഈമാൻ സംരക്ഷിക്കപ്പെടാനുള്ള ഒറ്റ കാര്യവും കൂടി പറയാം, പലിശ ഇടപാടിൽ നിന്ന് പരിപൂർണമായും മാറി നിൽക്കണം. ഫഇല്ലം തഫ്അലു ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. പലിശ ഇടപാടിൽ നിങ്ങൾ മാറി നിൽക്കണമെന്നുള്ള പറഞ്ഞിട്ട് പറയാണ്, ഇപ്പണി നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, പലിശയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളുണ്ടോ ചോദിച്ചു നോക്കിയോട് അള്ളാഹിനോടും റസൂലിനോടും യുദ്ധം ചെയ്യാൻ. അള്ളാഹിനോടും റസൂലിനോടും യുദ്ധം ചെയ്യാനുണ്ടോ ചോദിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരെന്റെ ശത്രുവാണെന്നാണ്. അള്ളാഹുവിന്റെ ശത്രുക്കൾ മുഅ്മിനീങ്ങളല്ല. അതുകൊണ്ട് ഈമാനിനെ ഊരപ്പെടുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മഹാന്മാർ വിശദീകരിച്ചു. അതേ വിശദീകരണം തന്നെയാണ് മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്നതിൽ പറഞ്ഞിട്ടുള്ളത്. എന്റെ ഇഷ്ടദാസന്മാരെയും എന്റെ ഇഷ്ടക്കാരെയും ഞാൻ ആദരിച്ചവരെയും ആരെങ്കിലും ശത്രുത പുലർത്തി അവരെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ അവരോട് ഞാൻ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്ന് ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പലിശ ഇടപാട് മഹാന്മാരെ നാവുകൊണ്ടും ചെവിടുകൊണ്ടും വേദനിപ്പിക്കുക എന്ന ഈ രണ്ട് സംഗതിയിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈമാൻ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അല്ലാത്ത എന്തു വാചാലതയും അല്ലാത്ത എന്ത് സംഗതിയും നമ്മുടെ ഈമാനിനെ പരിപൂർണമായും നശിപ്പിച്ചു കളയുന്ന ഒന്നാണ്. അവസാന കാലഘട്ടത്തിൽ ബിദ്അത്ത് അധികരിക്കും, ബിദ്അത്ത് കുഫ്രിയത്തിലേക്കെത്തും എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കപ്പെടുന്നതിന്റെ മൂന്നാമത്തെ ഭാഗമായി എന്ത് കളി കളിച്ചാലും ഞാൻ ബിദ്അത്തിൽ അകപ്പെടൂല, എന്റെ കുടുംബവും എന്ന് തീരുമാനിക്കണം. എന്തൊക്കെ സംഗതികൾ ലോകത്ത് വന്നാലും, ഈ ലോകത്ത് നിലനിൽക്കുന്ന ഏത് സംവിധാനങ്ങളായാലും, ലോകത്ത് മുഖ്യധാര ബിദ്അഈ കക്ഷികളായി പ്രവർത്തിക്കുന്ന ആരും, അവര് മുഴുവൻ ആളുകളും പറയുന്ന ഒരു സംഗതിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റ് ചെയ്യുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റ് ചെയ്യുമെന്ന് പറയാത്ത ഒരു ബിദ്അത്തിന്റെ കക്ഷികളും ലോകത്ത് നിലനിൽക്കുന്നില്ല. വഹാബി പറയുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമി പറയുന്നുണ്ട്, തബ്ലീഗ് പറയുന്നുണ്ട്, അവർ രേഖ പറയുന്നുണ്ട്, അവരുടെ പ്രസംഗം പറയുന്നുണ്ട്, അവരുടെ രഹസ്യ സംഭാഷണങ്ങൾ പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് തെറ്റ് ചെയ്യുമെന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ എങ്ങനെ നമ്മൾക്ക് ദീൻ നിലനിൽക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ആ തെറ്റിലെ ഒരു തെറ്റാണ് കളവ്. ആ കളവ് ആ പ്രവാചകൻ പറയുമെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെയാണ് ദീനിന് പിടിച്ചു നിൽക്കാനാവുക? ഈ ഖുർആനും ഹദീസും മുഴുവനും കളവാകാൻ സാധ്യതയുണ്ടല്ലോ. ദിവസം 70 ചെയ്യുമെന്നാണ് ജമാഅത്തെ ഇസ്ലാം പറയുന്നത്. 70 തവണ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്തിനാണ് 70 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചെല്ലുന്നത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം 70 തവണ ചെല്ലുമ്പോൾ 70 തവണ തെറ്റ് ചെയ്യുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ തെറ്റില്ലാത്തവൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചെല്ലുമ്പോൾ കഴുകി ചളി പോയ സ്ഥലത്ത് വീണ്ടും കഴുകലല്ലേ? കഴുകി ചളി പോയ സ്ഥലത്ത് വീണ്ടും കഴുകുന്നവനെ ഭ്രാന്തൻ എന്ന് പറയേണ്ടി വരില്ലേ? ഭ്രാന്തൻ എന്ന് പറയുന്നതിനേക്കാളും ഭേദം തെറ്റ് ചെയ്യുന്നവൻ എന്ന് പറയലല്ലേ
എന്നാ മൗദൂദി കണ്ടെത്തിയത്. ഇത്രയും അബദ്ധമായ വാദങ്ങളിലൂടെ ബിദ്അത്ത് കടന്നു പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എല്ലാ ബഹുജനങ്ങളോടും ഉണർത്താനുള്ളത്, ബിദ്അത്തിൽ എന്തായാലും നമ്മൾ കടന്നുകൂടരുത്. 431 വിഷയങ്ങളിൽ ബിദ്അത്ത് ഇസ്ലാമുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. 94-95 വർഷത്തെ പഴക്കം കൊണ്ട് കേരളത്തിലെ ബിദ്അത്ത് പ്രസ്ഥാനം 431 വിഷയങ്ങളിൽ ഇസ്ലാമുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. 431 ഒരു കാര്യം, വീട് പണി നടക്കുമ്പോൾ കെട്ടിത്തൂക്കുന്ന മാഷാ അള്ളയും ലാഹുല വലാ ഖുവത്തയും ഒക്കെ ഫ്ലക്സിലെഴുതിയും പലകയിലെഴുതിയും ഒക്കെ തൂക്കുന്നത്, അത് തൂക്കിക്കഴിഞ്ഞാൽ തന്നെ മുശ്രിക്കാകുമെന്നാണ് ലേറ്റസ്റ്റ് വാദം. 431 വാദം അതാണ്. അത്രയും അബദ്ധമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന വാദത്തെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബിദ്അത്ത് അവസാന കാലഘട്ടത്തിൽ അധികരിക്കും, ബിദ്അത്തിലേക്ക് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കും, കുഫ്രിയത്ത് വരും, കുഫ്രിയത്ത് വന്ന് അവസാനം ചങ്ങനാശ്ശേരിയിൽ ഒരു മുസ്ലിം ഉണ്ടോലോ, മൈസൂരിലും ഒരാളുണ്ടെന്ന് കേൾക്കുന്നു, മലപ്പുറത്ത് കൂട്ടിലങ്ങാടിയിൽ ഒരു മുസ്ലിം ഉണ്ട് എന്ന പറയപ്പെടുന്നത് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ ഈ മുസ്ലിമീങ്ങളെ മുഴുവനും കൂടി ഒരു കാറ്റ് പൊക്കി മദീനയിലെത്തിക്കും. മദീനയിൽ ആ കാറ്റ് കൊണ്ടുപോയി അവർ ഇറക്കി വെച്ചിട്ട് അവർ മരിക്കും. ശേഷം ഈ ദുന്യാവിൽ അല്ലാഹ് എന്ന് പറയാനുള്ള ഒരാളും ഇല്ലാത്തൊരു രംഗം വരും. പിന്നെ ഈ ദുന്യാവ് നിലനിൽക്കേണ്ടെന്ന് അല്ലാഹു തആല തീരുമാനിക്കും. അപ്പോഴാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് ഓർഡർ നൽകുന്നത്, ആദ്യത്തെ ഊത്ത് കുഫ്രിയത്തിൽ ഊതുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സ്നേഹിതന്മാരെ എല്ലാവരെയും ഇത് പറഞ്ഞ് നന്നായി ബോധ്യപ്പെടുത്തണം. ഒരാൾ തബ്ലീഗ് ജമാഅത്തായി നമ്മൾ നോക്കി നിൽക്കല്ല, അവനെ ഒന്ന് സമീപിച്ചിട്ട് ഈ വിഷയമെന്ന് പറയണം. ഓൻ തബ്ലീഗ് ഒന്ന് തിരിച്ചു പോന്നാലും പോന്നില്ലെങ്കിലും നമ്മുടെ ദൗത്യം നിർവഹിക്കപ്പെടും. എല്ലാവരും തബ്ലീഗ് ആകുകയാണോലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അന്തം വിട്ട് നിന്നാൻ പറ്റൂല. അങ്ങനെ ആയ ആളുകളെ നമ്മൾ സമീപിക്കണം. എത്ര അബദ്ധമാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്നം കഴിക്കുന്ന മലപ്പുറത്ത് ജീവിച്ച, മുർഷിദാബാദ് ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ള ജില്ലയായ മുസ്ലിം പ്രദേശമായ മലപ്പുറം ജില്ലയിൽ ജനങ്ങൾ ബിദ്അത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. തബ്ലീഗ് ജമാഅത്തിൽ അക്കൗണ്ട് തുറന്ന് അത് വഹാബിസത്തിലേക്ക് വഴിമാറി കുഫ്രിയത്തിൽ ചെന്ന് ചാടുകയാണ്. കാരണം ഇത് കുഫ്രിയത്തിലേക്ക് എത്തുമെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നത് പറയാൻ കാരണം, അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്ന അവസരത്തിൽ കഴുതയെ ഓർക്കണമെന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെ ദീനിൽ പിടിച്ചു നിൽക്കാനാകും? എന്തൊക്കെ ന്യായാന്യായങ്ങൾ അതിന് പറഞ്ഞാലും കഅബയുടെ മൂലയിൽ പ്രതിഷ്ഠിച്ച ഹജറുൽ അസ്വദിൽ ചുണ്ട് വെച്ച് നെറ്റിവെച്ച് മുത്തണം എന്ന് കൽപ്പിക്കപ്പെട്ട ഇസ്ലാമാണ്. കല്ലിനെ മുഴുവനും താഴെ ഇറക്കി, ബിംബങ്ങളെ മുഴുവനും താഴെ ഇറക്കി വീണ്ടും കല്ലിൽ ചുംബിക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചു. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്ന അവസരത്തിൽ അല്ലാഹുവിന്റെ റക്അത്തിൽ ഉറക്കെ ഓതാൻ പാടില്ല. ഇശാഇന്റെ 3-ാമത്തെയും 4-ാമത്തെ റക്അത്തിൽ എന്തുകൊണ്ട് ഉറക്കെ ഓതിയില്ല? 3-ാമത്തെ റക്അത്തിൽ മഗ്രിബിന് എന്തുകൊണ്ട് ഉറക്കെ ഓതിയില്ല? തറാവീഹിന്റെ 2 റക്അത്തിൽ സലാം വീട്ടിക്കൊണ്ട് മാത്രമേ 3-ാമത്തെ റക്അത്തിൽ ഉറക്കെ ഓതിയുള്ളൂ. എന്താണ് ഇതിന് കാരണം? ഇതിന്റെ കാരണം മഹാന്മാര് പറഞ്ഞത്, ഈ സലാം ചൊല്ലലോടുകൂടി അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യമുണ്ടായി. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്ന അവസരത്തിൽ നിങ്ങളുടെ മനസ്സിൽ കുടിയിരുത്തണം. ആ കുടിയിരുത്തിയ റസൂലുള്ളാഹി തങ്ങൾ സ്ഥലത്തെത്തിയപ്പോൾ ഇനി റസൂലുള്ള ഉള്ള സ്ഥലത്ത് ഉറക്കെ ശബ്ദിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഒന്നാമത്തെ യാത്ര പിന്നെ ഉറക്കെ ഓതാൻ പറ്റാതിരുന്നത്. ഇതാണ് നമ്മൾ പഠിച്ച മതം. അതേ സന്ദർഭത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്ന അവസരത്തിൽ അവിടെ കഴുതയെ ഓർത്തുകൊണ്ട് റസൂലുള്ളാഹിനെ മനസ്സിൽ നിന്ന് പിഴുതു മാറ്റണമെന്നാണ് തബ്ലീഗ് ജമാഅത്ത് പഠിപ്പിക്കുന്നത്. ഈ ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെ ദീനിന്റെ പേരിൽ പിടിച്ചു നിൽക്കാനാകുമെന്നാണ് ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ ചോദിക്കാനുള്ള സംശയം, ഉസ്താദേ ഇപ്പം നിസ്കാരത്തിൽ ഭയങ്കര മെച്ചാണ്, ഒരു തഹജ്ജുദ് നിസ്കാരം ഭയങ്കര ഉഷാറാണ്, 20-25 കൊല്ലായിട്ട് സുബൈ തന്നെ എണീറ്റ് നിസ്കരിക്കാത്ത തഹജ്ജുദ് നിസ്കാരം ഭയങ്കര സംഭവമായിട്ടാണ് ഇപ്പോ. ഇതാണ് ഇപ്പൊ പറയാനുള്ളത്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ ഇത് പോക്കാണ്? 25 കൊല്ലായിട്ട് സുബൈക്ക് എണീക്കാത്തൊരു മനുഷ്യൻ തഹജ്ജുദ് എണീറ്റ് നിസ്കരിക്കൽ തുടങ്ങിയപ്പോ മനസ്സിലായി ശൈത്താന്റെ നല്ല സേവ ഇതിലുണ്ട്. 2 ജമാഅത്തിന് പോയപ്പോഴേക്ക് എങ്ങനായി? അക്കൗണ്ട് തുറന്നു. ഇബ്ലീസിന് നല്ല അക്കൗണ്ട് തുറന്നു. ഇനി അവൻ നല്ല മട്ടത്തിൽ നടക്കുന്നത് കണ്ടെങ്കിലേ ഓനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഓനെ കണ്ട് മറ്റുള്ളവരെയും ഈ ബിദഅത്തിലേക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഇത്ര സുഗമമായി ഇബ്ലീസ് പണിയെടുത്തിട്ട് ഒരു കച്ചവടം, ഇത്ര സീസണുള്ള ഒരു കച്ചവടം ഇബ്ലീസ് ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട ഞാനിത് വെറുതെ പറയല്ല, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ സുബഹിക്ക് വിളിച്ചുണർത്തിയാല് ഷെയ്ത്താന് വില കണ്ടാൽ ഉമർ റളിയല്ലാഹു അൻഹുക്ക് ഷെയ്ത്താനെ കണ്ടാൽ നല്ല പരിചയമാണ്, നമ്മളെ പോലെയല്ല. അപ്പൊ ഷെയ്ത്താനോട് ചോദിച്ചു, എന്തേ എനിക്ക് പറ്റിച്ചെന്ത് പിന്നെ സുബൈക്ക് വിളിച്ചോണ്ട് ചോദിച്ചു. ആരോട്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്ലീസിനോട്. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ഞാനേ അങ്ങനെ നന്നായതൊന്നുമല്ല, നന്നാക്കാനുമല്ല. നിങ്ങളെങ്ങാനും എണീറ്റിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോയത് കൊണ്ട് നിസ്കാരം കളയതാണ്. നിങ്ങൾ കൊഴി കഴിവുണ്ട്, നിങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് കുറ്റക്കാരനല്ല. അഥവാ സപ്പോസ് ഈ സുബൈ അങ്ങനെ തളയായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ പാശ്ചാത്തപിക്കുന്ന പാശ്ചാത്താപം കൊണ്ട് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് നിങ്ങൾ ഉയരുമോ എന്ന ബേജാറ് കൊണ്ട് വിളിച്ചോണ്ടിയതാണ്. ഇതാണ് ആര്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്ലീസ് തട്ടിയൊണ്ടിയ കഥയാണത്. അപ്പൊ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട് തുറന്നാൽ ആ അക്കൗണ്ട് പിന്നീട് സുഗമമായി എങ്ങനെ നടക്കാനാകുമെന്ന് ചിന്തിക്കും. സുബൈക്ക് നമ്മൾ പുതപ്പ് വലിക്കുന്ന അവസരത്തിൽ പുതപ്പുണ്ടെങ്കിൽ ഒറ്റ വലിഞ്ഞു വരലാണ്, സ്പ്രിങ് പോലെ അങ്ങോട്ട് വലിഞ്ഞു വരും. എന്തെങ്കിലും ദുരാചാരങ്ങൾക്കൊക്കെ വട്ടം കൂടുന്നത് എത്ര സുഗമമായ രീതിയിലായിരിക്കും. അതിനൊക്കെ കാശൊക്കെ പെട്ടെന്നുണ്ടാവും. അതിലൊക്കെ ശൈത്താന്റെ ചില സിമ്പതികളും ചില കൽപ്പനകളും ചില സംഗതികളും ഉണ്ട്. 431 വിഷയങ്ങളിൽ തബ്ലീഗ് ജമാഅത്തും ഇസ്ലാമുമായി അടഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ വിചാരിക്കേണ്ട അവർ കൈബന്ധിക്കുന്നത് അത് നമ്മളെ പറ്റിക്കാനാ, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ മൂപ്പത്തേറ്റാണ്. എന്റെ മകൻ അങ്ങനെ തബ്ലീഗായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഓന് സുബൈക്ക് കുനൂത്തക്കോതുണ്ടല്ലോ, നമ്മളെ വീട്ടില് വല്ലിപ്പാന്റെ മൗലൂദിണ്ടായപ്പോ അവിടെ ഇരുന്നീനല്ലോ, മൂത്തിട്ടില്ല, മൂക്കട്ടെ അപ്പം പറയാം. അത് ലേശം മൂക്കാനുണ്ട്. അപ്പോഴാ മൂക്കലറിയങ്ങളെ ഇനി എന്തായാലും ഓൻ ആ പാന്റ് കഴിച്ചൂലെന്ന് കാണുമ്പോഴേ മൂക്കുള്ളൂ. ആ ഒരു അവസരത്തിൽ ഈ ആദർശങ്ങളൊക്കെ ഓനിൽ വരും, അറിയാതെ കടന്നു വരും, പഠിപ്പിക്കേണ്ടി വരൂല. കാരണം ഇതിൽ ഉസ്താദുമാരെയും ആലിമീങ്ങളെയും ഉസ്താദുമാരെയും ചടപ്പിക്കുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. എന്താ വേദാര്യങ്ങള് ഇങ്ങനെ മൂല്യഭാരങ്ങളൊന്നും പറയരുത്, ഓൽക്ക് അറിയാത്തോണ്ടാണ്, ഓൽക്ക് വിവരം അതുപോലെ തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ്. അതുപോലെ തെറ്റിദ്ധാരണ മാറ്റുമ്പോൾ വന്നോളൂ, ഒന്നും പറയരുത്, നല്ല മട്ടായി നെയ്യിട്ടോളം പാലും. അപ്പൊ അത് കേൾക്കുമ്പോ തോന്നുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വിഷയം, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദർശം അത് വഹാബിസത്തിന്റെ ആദർശം തന്നെയാണ്. ഈ തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപക നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിചാരിക്കേണ്ട ഇത് നിക്കരിപ്പിച്ചുന്ന പാർട്ടിയാണ്. അതിന് ഉറുദു പുസ്തകമുണ്ട്, വേണമെങ്കിൽ വായിക്കുക. ഞാനൊന്ന് പറയാൻ കരുതിയതല്ല, നിങ്ങളെ കണ്ടപ്പോഴൊക്കെ പാട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, ഇന്ന് തന്നെ ആയിക്കോട്ടെ. വിശ്വാസം സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്ത് സംരക്ഷിച്ചിട്ടുണ്ട് കാര്യം? നമ്മൾ ഇത്ര കാലം ജീവിച്ചു, 165 കോടി ജനങ്ങളെ മുസ്ലിമീങ്ങളുള്ളൂ. 750 കോടി ജനങ്ങളിൽ അല്ലാഹ് ഈമാൻ തന്നു. ഇനി ഈമാനോട് കൂടി തിരിച്ചു പോകാൻ നമുക്ക് കഴിയണ്ടേ? ഇതല്ലാതെ നമ്മൾ എന്ത് പറയാനാ? ഇതന്നല്ലേ നമ്മൾ ആദ്യം പറയേണ്ടത്. ആ 431 വിഷയങ്ങളിൽ വഹാബിസം ദീനുമായി ഇടഞ്ഞു നിൽക്കുന്നുവെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമി ദീനുമായി ഇടഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അതേ നാണയത്തിൽ തന്നെയാണ് തബ്ലീഗ് ജമാഅത്തുള്ളത്. പക്ഷെ എന്താ, അത് കുപ്പായിട്ടേ വരുള്ളൂ, മറ്റേ കുപ്പായ ഇടാതെ വരും. ഒന്ന് കുപ്പായിട്ടതും മറ്റൊന്ന് കുപ്പായിടാത്തതും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. മക്കളും അതേപ്രകാരം കുടുംബങ്ങളും നാട്ടുകാരും ഒക്കെ അതിൽ കുടുങ്ങിപ്പോകുന്നത് വല്ലാതെ സൂക്ഷിക്കണം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു തബ്ലീഗ് ജമാഅത്തുകാരൻ 2 കൊല്ലമായി ജമാഅത്തിന് പോക്ക് തുടങ്ങിയിട്ട് അവന്റെ വീട്ടിൽ അതിന്റെ തലേ വർഷം വരെ മൗലിദ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ജമാഅത്തിന് പോയതിന്റെ ശേഷം അവന്റെ വീട്ടിൽ മൗലിദ് നടന്നിട്ടുണ്ടോ? നിസാമുദ്ദീൻ അദ്ദഹ്ലവി, ഡൽഹിയിലുള്ള നിസാമുദ്ദീൻ ഔലിയ, അവരുടെ തൊട്ടടുത്താണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കേന്ദ്രമുള്ളത്, ഡൽഹിയിൽ. ആ നിസാമുദ്ദീൻ ദഹ്ലവി തങ്ങൾ വലിയവകളിലേക്ക് സിയാറത്തിന് പോകാൻ ഇത്ര സുഖമുള്ള ഒരു പാർട്ടിയുമില്ല. ഏതെങ്കിലും ഒരാൾ ആ തബ്ലീഗിന്റെ സ്ഥാപനത്തിൽ നിസാമുദ്ദീൻ ദഹ്ലവി തങ്ങളുടെ അടുക്കിലേക്ക് സിയാറത്തിന് വരലില്ല. കേരളത്തിൽ നമ്മൾ സിയാറത്തിന് പോകുന്ന അവസരത്തിൽ അതിന്റെ മുറ്റത്തിലൂടെ നമ്മൾ പോകും, ഒറ്റ ഒന്ന് സിയാറത്തിന് വരലില്ല. അതങ്ങനെ അന്തിമലൊന്നും അത്ര കെട്ടിപ്പുറത്തൊന്നുമില്ല. അതങ്ങനെ ചെയ്യണവർക്ക് ചെയ്യേണ്ടവർക്ക് ചെയ്യേണ്ട, അങ്ങനെ ഉള്ളൂ. എന്നാൽ ഇവരെ നേതാവ് തന്നെ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കേണ്ട നിക്കരിപ്പിച്ചുന്ന പാർട്ടിയാണ്, ജനാധിപത്യപ്പിച്ചുന്ന പാർട്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് ഏതാണ്? ഇത് ശരിക്കും പുതിയ ഒരു ദീൻ കൊണ്ടുവരുന്ന പാർട്ടി തന്നെയാണ് എന്നവരുടെ പുസ്തകത്തിൽ ഒരു നേതാവ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഈ ജാട കണ്ടിട്ട് കൂടി ഈമാൻ കൊണ്ടേറ്റ് കളഞ്ഞു കുളിക്കാൻ നിൽക്കണ്ട. ഇത് പറയൽ ഒരു സുന്നി പള്ളി എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ്. മുമ്പ് പ്രസംഗങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും.
കുറച്ച് കൂടുതൽ വലിയ തിരക്കുള്ള ആളുകളൊക്കെ ഇതിലിങ്ങനെ ഇന്ന് ഒന്ന് ക്ഷണിച്ചപ്പോൾ എത്തിയിട്ടുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞു പോയതാണ്. ഇത് ഈർഷത കൊണ്ട് പറയാന്ന് വിചാരിക്കരുത്, ദീനി പ്രതിബദ്ധത കൊണ്ട് പറഞ്ഞു പോവാണ്. നല്ല വഴല് പറയാൻ നല്ല പൂതിയുണ്ട്, പക്ഷെ ഇത് പറയണ്ടേ, ഇതിലേക്ക് ഒഴുകല്ലേ. അപ്പൊ ഒന്ന് വിളിച്ച് ഉപദേശിച്ചും തന്റെ മക്കളും കുടുംബവും അതിലേക്ക് എത്തുന്നത് തടുത്തു നിർത്തിയില്ലെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ ഓതിയില്ലെങ്കിലും കുഴപ്പമില്ല, മരിച്ചു കൊടുത്തുന്നാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ മരിച്ച കാലാവുമ്പോത്തിന് ഓത്തിന് പള്ളിക്കൊന്ന് മൂല്യന്മാരെ കൊണ്ടുവരണമെന്നുള്ളിടത്താവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കൊടുന്ന മൂല്യന്മാരെ ഇറക്കി വിടുന്നിടത്തേക്കും വിഷയത്തും. അപ്പോഴേ നമ്മളിത് കള്ളി പൊളിയുള്ളൂ. അതുകൊണ്ട് അതിലേക്ക് വിഷയം എത്തുന്നതിന്റെ മുമ്പ് എല്ലാവരും ഇതൊക്കെ സൂക്ഷിച്ച് പരിരക്ഷിക്കണം. അള്ളാഹ്ക്ക് കയ്യും കാലുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റ് ചെയ്യുന്ന, അമ്പിയാക്കളൊക്കെ തെറ്റ് ചെയ്യുന്ന, തറാവീഹ് എന്ന നിസ്കാരം തന്നെ ഇല്ലെന്ന് പ്രഖ്യാപിച്ച, ലൈലത്തുൽ ഖദ്ർ എന്നൊരു സംഭവം തന്നെ ഇല്ലെന്ന് പറഞ്ഞ, മേറാജും ബറാത്ത് എന്ന സംഭവം ഇല്ലെന്ന് പറഞ്ഞ, മരിച്ചു കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ, മാതൃഭൂമി വായിക്കലാണ് ഖുർആൻ ഓതുന്നതിനേക്കാളും മെച്ചമെന്ന് പറഞ്ഞ, സുബൈക്ക് കുനൂത്തില്ലെന്ന് പറഞ്ഞ, നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥനയില്ലെന്ന് പറഞ്ഞ, മരിച്ചോലെ മേലെ സദഖ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ, അങ്ങനെ പോകുന്നുണ്ട്. നിന്നാണ് പറഞ്ഞാൽ 431 പറയും. അവസാനം ലേറ്റസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയത് ഇതാണ്. സുബ്ഹാനല്ലാഹി മാഷാ അല്ലാഹൊക്കെ ഏതായാൽ വീട് പണി നടക്കുന്നിടത്ത് കെട്ടിത്തൂക്കിയാൽ ഏതാവും? മുശ്രിക്കായി പോകും. വളരെ ഉടയണ തൗഹീദ്, വിട്ടാ പൊട്ടണ ജാതി തൗഹീദ്. ഇത്ര സിമ്പിളാ നിങ്ങള്. അപ്പൊ മുശ്രിക്കിന് എത്ര വ്യാസമായ അർത്ഥം. മുശ്രിക്കാൻ അനന്തമായി നരകത്തിൽ കിടക്കുന്ന ഹൈന്ദവൻ, അല്ലെങ്കിൽ അള്ളാഹുവിൽ അള്ളാഹ് രണ്ടുണ്ടെന്ന് പറഞ്ഞ ആള്, അതൊക്കെയാണ് മുശ്രിക്കിന്റെ മേന. അതായി പോകുന്നു. മാഷാ അല്ലാഹ് ഒരു വീട് പണി നടക്കുന്നിടത്ത് കെട്ടിത്തൂക്കണം. എന്തിനാ നിങ്ങള്? ഒരു മനുഷ്യന് കണ്ണേറ് എന്ന സംഭവമുണ്ട്, നാപ്പോര് എന്നുള്ള സംഭവമുണ്ട്. യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി കണ്ണേറേ ഉള്ളൂ. അൽ ഐനു ഹഖ്വൻ, കണ്ണേറ് സത്യമാണ്, അത് സത്യമാണ്. എന്നാൽ നാപ്പോര് എന്നുള്ള സംഭവമുണ്ട്, അത് കണ്ണേറിന്റെ എഫക്റ്റാണ്. നാപ്പോര് എന്നുള്ള അടിസ്ഥാനപരമായിട്ടില്ല, കണ്ണുകൊണ്ട് എറിഞ്ഞ എറിച്ചിൽ പിടിപ്പിക്കുന്നത് നാവാണ്. അപ്പൊ യഥാർത്ഥത്തിൽ കണ്ണേറിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഏത്? നാവ്. അതാണ് കണ്ണേറും നാപ്പോര്. നാപ്പോര് പ്രത്യേകമില്ല, അത് ചില ആളുകൾക്കുള്ള ഒരു വിഷാണ്, കണ്ണിന്റെ ഒരു വിഷാണ്. അത് വീട് പണി ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവത്തിലേക്ക് നോക്കിയാൽ ആ വിഷം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട് പണി നടക്കൂല. അതങ്ങനെയുള്ളത് തന്നെയാണ്. ഒറ്റ നോട്ടം കൊണ്ട് മരിച്ച പേരമക്കൾ എത്ര ഉണ്ടാകും? നിങ്ങള് വല്യമ്മാക്ക് കാണിച്ചു കൊടുക്കണ്ട കേട്ടോ, മുമ്പത്തെ നോക്കി അതും മരിച്ചു. ഇനി വല്യമ്മാക്ക് കാണിച്ചു കൊടുക്കണ്ട, മുമ്പത്തെ നോക്കി അതും മരിച്ചു. ഇത്ര വയസ്സായാലും ഇനിയൊന്ന് ഇപ്പോഴെങ്കിലും കാണിച്ചു കൊടുക്കാൻ എന്നാ വല്യമ്മ നോക്കി അപ്പൊ തന്നെ മരിച്ചു. അങ്ങനത്തെ സംഭവമുണ്ട്. എത്ര അതിന്റെ വിഷം? അയാൾ എന്ത് സംഗതിയാ ചെയ്യുക? അപ്പൊ വേറൊരു സംഗതിക്ക് ഇങ്ങനെ നോക്കിയൊരു മാഷാ അല്ലാഹിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കണ്ണിന്റെ വിഷം തീർത്തിട്ട് കുട്ടീനെ നോക്കിയാൽ മതി. ആദ്യത്തെ ആ പോസിങ് തന്നെ ആ കുട്ടി ആകാഞ്ഞാൽ മതി, ആ വീടാകാഞ്ഞാൽ മതി. അതിനാണ് മാഷാ അല്ലാഹ്. നമ്മൾക്ക് അങ്ങനെ ഒരു വിഷമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം കാണുന്ന അവസരത്തിൽ വേഗം മാഷാ അല്ലാഹ് ചൊല്ലിയാൽ മതി. അത് അതിന്റെ വിഷം ഒഴിവായി പോകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച ദിക്റാണ് മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹ് ഉദ്ദേശിച്ചതൊക്കെ നടക്കും, എനിക്കൊരു കഴിവില്ല എന്ന ആ ദിക്ർ ചെല്ലാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചതാണ്. അത് ഈ കെട്ടിത്തൂക്കണിന്റെ അർത്ഥം എന്താ? ഇവൻ ഈ മാഷാ അല്ലാഹിലേക്ക് നോക്കുമ്പോൾ ഈ വിഷം തീരാൻ വേണ്ടിയിട്ട് കെട്ടിത്തൂക്കിയതാണത്. അപ്പോഴേക്കാൾ മുശ്രിക്കാവും. ഇനി എന്താ ചെയ്യുക? അനങ്ങാനും പറ്റൂല, അനങ്ങാതെക്കാനും പറ്റൂല. ഈ സാധനത്തിന്റെ പേരാണ് വഹാബി, ഈ സാധനത്തിന്റെ പേരാണ് ജമാഅത്ത്. ഇതിന്റെ തനി പകർപ്പാണ് തബ്ലീഗ് ജമാഅത്ത്. പക്ഷേ അത് കുപ്പായിട്ടും മറ്റേ കുപ്പായിട്ടില്ല. ഇത് നമ്മൾ ഉൾക്കൊള്ളാതെ പോയിട്ട് കാര്യമില്ല, നല്ലോണം ഉൾക്കൊള്ളണം. ഇതിനെ സംബന്ധിച്ച് നമ്മൾ ജാഗ്രത ആവുകയും വേണം. നമ്മുടെ ബിദ്അത്ത് കലരാതെ സൂക്ഷിക്കണം. അപ്പൊ 3 കാര്യങ്ങളാ പറഞ്ഞത്. ഒന്ന്, ഒരാളെയും വിഷമിപ്പിക്കാതെ ഞാൻ ജീവിക്കും, ഒരു മുഅ്മിനെയും ഞാൻ വിഷമിപ്പിക്കില്ല. 40 ആൾ, ഇവിടെ ഇപ്പൊ 80, 120, 160, 200 ആളുണ്ട്. ഈ 200 ആളുകളെ കൂട്ടത്തിൽ 200 ആളുണ്ടെങ്കിൽ ഇത് 5 വലിയുണ്ട്. ആരാണ് ആ വലിയ? അല്ലാഹു തആലാന്റെ ഇഷ്ടദാസന്മാരായ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന 5 ആളുകൾ ഇതിലുണ്ട്. 40 ആളുകൾക്ക് ഒരു വലിയന്റെ സ്ഥാനമുണ്ട് എന്നല്ല, 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അതിൽ ഒരു വലിയുണ്ട്. 80 ഉസ്താദന്മാരും മൗലവിമാരും ഓതുന്ന ദർസിൽ ഏതുണ്ട്? 2 വലിയുണ്ട്. തീർച്ചയായും അതിൽ കൂടുതലുണ്ടോ? അല്ലാഹു അഅലം. 2 വലി എന്തായാലും ഉണ്ട്. 40 ആളുകൾ കൂടുന്ന സ്ഥലത്ത് ഒരു വലിയുണ്ടെങ്കിൽ ആ വലിയനെ എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല? ശരീഅത്ത് ആ വിഷയത്തിൽ എന്തായി പറഞ്ഞു കൊടുക്കാതിരുന്നത്? ആരാണത്? 40 ആളുകളും അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് കരുതി ആദരിക്കാൻ വേണ്ടിയാണ്. ലൈലത്തുൽ ഖദറിന്റെ സമയം എന്തേ പറഞ്ഞു കൊടുക്കാതിരുന്നത്? ലൈലത്തുൽ ഖദർ തപ്പിയിട്ട് അതും കിട്ടട്ടെ അല്ലാത്തതും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലൈലത്തുൽ ഖദറിന്റെ സമയം പറഞ്ഞു കൊടുക്കാതിരുന്നത്. 40 ആളുകളെയും മുഅ്മിനീങ്ങളാണെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളാകാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലക്ക് ആദരിക്കാനാണ്. ആരാണ് വലി എന്ന് പറഞ്ഞു കൊടുക്കാതിരുന്നത്? അതാണ് സംഭവം, അതാണ് ദീന്.
അങ്ങനെ ഒരു മനുഷ്യനെ വേദനിപ്പിക്കാതെ, പൊറലേൽപ്പിക്കാതെ, ഒരു മുഅ്മിനായ മനുഷ്യനെ വേദനിപ്പിക്കാതെ ജീവിക്കണം എന്നതാണ് നമ്മുടെ ദീനിന്റെ കാഴ്ചപ്പാട്. ആ ദീനിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മൾക്കൊരു പൊതിയുണ്ട്, അത് കഴിച്ചുമ്പോ മണക്കണ്ട. ഒരാളെ പൊതി നമ്മൾ കഴിച്ച് മണപ്പിച്ചും വേണ്ട. നമ്മൾക്കൊക്കെ ഒരു പൊതിയുണ്ട്. ആ പൊതി എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. എനിക്കെന്റെ പൊതിനെ പറ്റി നല്ല ബോധ്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു എല്ലാവർക്കും അതിനെ പറ്റി നല്ല ബോധ്യമുണ്ട്. വലിൽ ഇൻസാൻ വലാ നഫ്സിഹി ബസീറ വലൗ അൽഖാ മആദിറ. എല്ലാവർക്കും അവനവന്റെ പൊതിയെ സംബന്ധിച്ച് നല്ല പിടുത്തമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നന്നായി അറിയാം. എന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങൾക്ക് നല്ല ഉൾക്കാഴ്ച ഇടുവാൻ ഞാൻ അങ്ങനെ ആയപ്പോ അങ്ങനെ ആയതാണെന്നൊക്കെ പറഞ്ഞു നോക്കും. പക്ഷേ വലൗ അൽഖാ മആദിറഹു എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഓരോരുത്തർക്കും അവനെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ശുദ്ധിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഞാനാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ചെറ്റ എന്ന് ഞാൻ ചിന്തിക്കണം. അപ്പോഴാണ് ഞാൻ നന്നാകുക. അത് ആത്മാർത്ഥമായി എനിക്ക് എപ്പോഴാ ചിന്തിക്കാൻ പറ്റുന്നു, അന്നാണ് ഞാൻ നന്നാകൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടരായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന അതാണ്, അല്ലാഹുമ്മ ജഅൽ ഫീ ഐനി സഗീറൻ വഫീ അയ്യുനിൻ നാസി കബീറ. പടച്ചവനെ, ജനങ്ങളെ കണ്ണിൽ എന്നെ വലുതാക്കണം, എന്റെ ദൃഷ്ടിയിൽ എന്നെ നീ ചെറുതാക്കണേ അല്ലാഹ്. എല്ലാവരെക്കാളും ചെറുതാണ് ഞാൻ എന്ന് എന്റെ ദൃഷ്ടിയിൽ എനിക്ക് നീ തോന്നിപ്പിക്കണേ എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആരുന്നത്. പിന്നെന്താ നമ്മളെ കഥ? അതുകൊണ്ട് നമ്മളാണ് ഏറ്റവും വലിയ ചണ്ടി, ഞാനാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ചണ്ടി എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാണ് എന്റെ ഈമാൻ സമ്പൂർണ്ണമാകുന്നത്. ത്വരീഖത്തിൽ കൂടിയ ജനങ്ങൾ അവർ പിഴച്ച ത്വരീഖത്തുകാരാണ് എന്നതിന് ഈ ഒരൊറ്റ മാനദണ്ഡം സ്വീകരിച്ചാൽ മതി. കാരണം ഈ ത്വരീഖത്തുകളിൽ കൂടിയ, കള്ളത്വരീഖത്തുകളിൽ കൂടിയ മുഴുവൻ ആളുകളും അവർക്ക് മാത്രമേ മുഷാഹദയും മാരിഫത്തും ത്വരീഖത്തും ഉള്ളൂ, അല്ലാത്തവരൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് എന്ന് 2 മിനിറ്റ് സമയം അവരോട് സംസാരിച്ചാൽ 1.25 മിനിറ്റ് സമയം അത് പറയും. നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾക്ക് നിങ്ങൾ ഉസ്താമാൻ അത് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഉസ്താമാനൊക്കെ ശരീഅത്തെ പറഞ്ഞിട്ടുള്ളൂ, മുഷാഹദ പറഞ്ഞിട്ടില്ല, മുഹാക്ക് പറഞ്ഞിട്ടില്ല. അതാണ്, അത് വേറെ മേഖലയാണ്, അത് മറ്റൊരു ലോകാണ്. അഥവാ ഞങ്ങൾക്ക് തിരിഞ്ഞ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല, ഞങ്ങളതൊക്കെ തിരിഞ്ഞവരാണ്, നിങ്ങൾ പാവങ്ങളാണ്. ഈ ചിന്ത ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെ സൂഫിയാകാൻ? ഒരു സാധാ ഒരു ആവറേജ് മനുഷ്യനാകണമെങ്കിൽ ആവശ്യമുള്ള സംഗതിയാണ്. പിന്നെ സൂഫിയാണെങ്കിൽ അതിന്റെ അപ്പുറത്ത് കണ്ടേ. അപ്പൊ ഒരു ത്വരീഖത്ത്, അത് കള്ളത്വരീഖത്താണ്, ഓനതിമ്മ ഫലം പിടിച്ചിട്ടില്ല, ഓനയിമ്മ ഏറ്റവും തെളിവിന്റെ കിട്ടും. ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിയാൽ അന്നേ നമ്മൾ നന്നാകുക. അതില്ലാതിരിക്കുന്നതിന്റെ പേരാണ് ഉൾനാട്യം. ഞാൻ അത്യാവശ്യം തരക്കെടില്ലെന്ന്. ഈ കൂട്ടത്തിലെ 199 ആളെക്കാളും ഞാൻ മോശക്കാരനാണ്, പക്ഷെ ഇയാളെക്കാളും ഞാൻ മെച്ചാണെന്ന് ചിന്തിച്ചാൽ ഞാൻ അത്യാവശ്യം തരക്കെടില്ലെന്ന് തോന്നിപ്പോയി. ആ അസുഖത്തിന്റെ പേരാണ് ഉജ്ബ്. ഉജ്ബ് എന്നത് ഇബാദത്ത്. ഇത്രയും കാര്യങ്ങൾ, ഒറ്റ കാര്യവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യവും കൂടി പറയാം. അതെന്താണെന്നറിയുന്നെങ്കിൽ, നമ്മുടെ ദോഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദോഷമാണ് പെണ്ണുങ്ങളെ നോക്കുക എന്നത്. ഞാൻ പച്ചയിൽ പറഞ്ഞു പോവാണ്, കൂടുതൽ ചാൻസ് ഒന്നും ഇവിടെ ഇല്ല. പച്ചക്ക് പറഞ്ഞു പോവാണ്. എന്താ സംഭവം എന്നറിയാം? പെണ്ണുങ്ങളെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുന്നത് ശരിയാണെങ്കിൽ നിസ്കാരത്തിൽ ഒരു ഖുശൂഉം ആത്മാർത്ഥത ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ ഖൽബിനെ പിടിച്ചു കെട്ടേണ്ടത്, ഞാനാണ് ഏറ്റവും മോശക്കാരൻ, എല്ലാവരും എന്നെക്കാൾ ഉഷാറാണ്. നമ്മളെ കണ്ണിനെ ഹറാമിൽ നിന്ന് നമ്മൾ പിടിച്ചു കെട്ടുക, കണ്ണ് ചിമ്പന്നെ. വഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളൂന ഫുറൂജഹുന്ന. നിങ്ങളോട് നിങ്ങൾ പറയൂ, ഓല് കേട്ടോളും എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കഴിയണവനാണ് മുഅ്മിൻ എന്നതിന്റെ അർത്ഥം. വഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. മുഅ്മിനീങ്ങളോട് പറയും, പെണ്ണുങ്ങളെ കാണുമ്പോ കണ്ണ് ചിമ്പാൻ. അവർ കണ്ണു ചിമ്പിക്കോളും, അവരവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിച്ചോളും. നമ്മുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ ശുദ്ധി വരണമെങ്കിൽ നമ്മൾ സൂക്ഷിക്കപ്പെടേണ്ട ഏറ്റവും വലിയ ആദ്യത്തെ ഘടകം നമ്മുടെ കണ്ണാണ്. കണ്ണിനെ സൂക്ഷിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ബാക്കിയൊക്കെ നമ്മുടെ പിന്നാലെ വരും. അതുകൊണ്ട് കണ്ണ് സൂക്ഷിക്കണം, ഖൽബ് സൂക്ഷിക്കണം, നമ്മുടെ നാവ് സൂക്ഷിക്കണം, നമ്മുടെ ചെവിട് സൂക്ഷിക്കണം, നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവയവങ്ങൾ സൂക്ഷിച്ച് നമ്മുടെ കുടുംബം ബിദ്അത്തിലേക്ക് പോകുന്നത് നോക്കണം, നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുന്നവർ ജീവിതത്തിന്റെ പേരാണ് ദീന്.
ആ ദീനിലാണ് നമ്മൾ നിലനിൽക്കേണ്ടത്. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ, ആമീൻ. ഈ എഴുത്തികാഫ് നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, ആമീൻ. ഈ എഴുത്തികാഫിന്റെ ജൽസയിൽ പങ്കെടുത്ത നമ്മൾ അൽഹംദുലില്ലാഹ് അസ്റിന് ശേഷം ഒരൽപ്പം അസ്തഗ്ഫിറുല്ലാഹൽ അസീം ചൊല്ലി, ഒരൽപ്പം ഇസ്തിഗ്ഫാർ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തിട്ട് ഈ സഭ പിരിയും. പിരിയലോടുകൂടി അസറിന് ബാങ്ക് കൊടുക്കും. അസറിന് മുമ്പായിട്ട് പിരിഞ്ഞ് എല്ലാവരും ഒളു ചെയ്ത് രണ്ടാമത് വന്ന് അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട നജീബ് അഹ്സനി വീമ്പൂര് നടത്തുന്ന നല്ല ഹൃദയസ്പർക്കായ ക്ലാസ്, അത് കഴിഞ്ഞതിന് ശേഷം അതാവുമ്പോൾ അത് വളരെ ചുരുങ്ങിയൊരു സമയം അതും എടുത്ത് അതിന്റെ ശേഷം അല്പം ഖുർആനോദി നമ്മൾ ഇവിടെ നിന്ന് നോമ്പ് തുറന്ന് പിരിയുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത്. ഇവിടെ നോമ്പ് വെക്കല്ലേ, നോമ്പ് തുറന്ന് പിരിയുന്ന ഒരു സംഗതിയാണുള്ളത്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ, ആമീൻ. എല്ലാവരും ഒന്ന് പുറത്തിരിക്കണോലൊക്കെ ഒന്ന് കയറിയിരിക്കും. അല്ലാഹ് വലിയ ക്ഷീണമുള്ളവര് ചാരി ഇരുന്നാൽ മതി. കുറച്ച് വയസ്സന്മാരൊക്കെ ആയി, കുറച്ച് ചോര നീരൊക്കെ ഉള്ളവരൊക്കെ ഒന്നുകൊണ്ട് അടുത്തിരിക്കും. ക്ഷീണം എല്ലാവർക്കും ഉണ്ടാവും, നോൻപോറ്റതല്ലേ. വയസ്സന്മാരൊക്കെ ചാരി ഇരുന്നോളി. വയസ്സിന് ഒരു 50 കഴിയണം, അപ്പോഴേ വയസ്സാവുള്ളൂ. അല്ലാഹ് നമ്മൾ പോയകാല ജീവിതത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കി. നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലാണ്. അല്ലാഹ് മഗ്ഫിറത്തിന്റെ 10 ഇനി നമ്മൾക്ക് ഇങ്ങനെ ഒരു ദിവസമില്ല, നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടില്ല. നാളെ മറ്റന്നാളൊന്നും ഇത്തികാഫ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. നമ്മുടെ SYSന്റെ സമസ്ത കേരള സുന്നിജനസിന്റെ സമസ്ത കേരള സുന്നി സംഘത്തിന്റെ കീഴിൽ നമ്മുടെ കൂരിയാട്ട് വെച്ച് നടന്ന സമ്മേളനത്തിനോടനുബന്ധിച്ച് സർവതല സ്പർശിയായ ദഅവ എന്ന ശീർഷകത്തിൽ എല്ലാ തലങ്ങളിലെയും ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവിടെ ദഅവ സമ്മേളനം നടന്നു. ആ സമ്മേളനങ്ങളിൽ വളരെ പ്രാമുഖ്യത്തോടുകൂടെയും കാര്യഗൗരവത്തോടുകൂടെയും ആ വ്യാപാരികൾക്ക് മണ്ഡലം അടിസ്ഥാനത്തിൽ കമ്മിറ്റി നിലവിൽ വന്നു. സുഭദ്രമായ കമ്മിറ്റികൾ സുന്ദരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ബഹുജനങ്ങളെ അറിയിക്കുകയാണ്. അവരെയും കൂടി കൂട്ടി വിളിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചു ചെയ്യുന്ന ഒരു ഇത്തികാഫാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. ഈ വ്യാപാരി സംഘടനയിൽ പങ്കെടുത്താൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് സംരക്ഷിച്ചു തരാനുള്ള ദീനാണ്. അതാണ് ഇതിന്റെ ആദായം. ബാക്കിയുള്ള പല വ്യാപാരി സംഘടനകളിൽ നിങ്ങൾ കച്ചവടവുമായി ബന്ധപ്പെട്ട സംഗതികൾ അതിൻ്റെയൊക്കെ സഹകരണം പരിപൂർണമായി നടക്കണം. അതൊക്കെ അതിന്റെ മട്ടത്തിൽ തന്നെ നടക്കണം. മറ്റു പല വ്യാപാരി സംഘടനകളുമായും ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോഴൊക്കെ ബന്ധപ്പെട്ട് കാണും. SYS നടത്തുന്ന വ്യാപാരി സംഘടനകളിൽ വ്യാപാരി വ്യവസായ ഈ സംഘടനയിൽ നമ്മൾക്ക് സംഘടനയ്ക്ക് തിരിച്ചു നൽകാനുള്ളത് ഈമാനിന്റെ സംരക്ഷണമാണ്. നമ്മളിവിടെ ഒരു 10-20 മിനിറ്റ് നേരം ഇപ്പൊ സംസാരിച്ചു. ഞാനങ്ങനെ സംസാരിക്കണമെന്ന് കരുതിയതല്ല, പക്ഷെ അതിലേക്ക് എന്റെ നാവ് അങ്ങനെ ചലിച്ചു പോയതാണ്. അതങ്ങനെയാണത്. അത് യഥാർത്ഥത്തിൽ ഈ സംഘടനയുടെ ഒരു ബർക്കത്താണ്. നിങ്ങളോട് എന്ത് പറയണമെന്ന് ആലോചിച്ചതേ അല്ല. യഥാർത്ഥത്തിൽ അങ്ങനെ വഴുതി പോയപ്പോൾ അവിടേക്ക് വിഷയം എത്തിയതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവരോട് പറയാം എന്നതെത്തി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും സംഗതികൾ പറഞ്ഞു തീർന്നോ എന്നത് ബോധ്യമായത്. അത് നമ്മുടെ മശായിഖന്മാരുടെയും നമ്മുടെ ഉസ്താദുമാരുടെയും ഒരു ബർക്കത്താണ്. അതാണ് ഈ സംഘടനയുടെ ബർക്കത്ത്. പറയുന്നതൊന്നും പേക്കൂല, ആവശ്യമുള്ളതേ പറയുള്ളൂ. അത് ഈ സംഘടനയുടെ ഒരു ബർക്കത്താണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയിൽ നിങ്ങൾ നല്ലവണ്ണം അകമഴിഞ്ഞ് ഇതിന്റെ കൂടെ നിൽക്കണം. പ്രധാനമായി നിങ്ങൾ സമ്പത്തും കാശൊന്നും കൊടുത്തില്ലെങ്കിലും വേണ്ടിയില്ല. അതൊക്കെ ആവശ്യമാകുമ്പോൾ ചോദിച്ചുമ്പോൾ കൊടുത്താൽ മതി. നിങ്ങൾക്ക് അല്ല കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കപ്പോൾ കൊടുക്കാൻ പോച്ചെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി. അതേ അവസരത്തിൽ നിങ്ങൾ ഇതിന്റെ സാന്നിധ്യം നിങ്ങളോട് ആവശ്യപ്പെടും. ഈ സംഘടന 2 മാസം കൂടും നമ്മളൊന്ന് ഒത്തുകൂടല്ലേ, നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഒന്നും പറയാം. ലോൺ എടുക്കാതെ കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന ഒരു ദിവസത്തെ വിഷയം. അങ്ങനെ നമ്മളെ മുതലൊക്കെ ഹലാലാക്കി മക്കൾക്ക് ഹലാല് മാത്രം ഭക്ഷിപ്പിക്കാൻ പറ്റുമോ എന്ന ചർച്ച ഒരു ദിവസം അൽഹംദുലില്ലാഹ് അതിന് ഒരുമിച്ച് കൂടാണ്. 4 ആളെ ഒരുമിച്ച് കൂടി, 4 ആൾ കഴിച്ചിലായില്ലേ. അപ്പൊ അങ്ങനെയുള്ള ചർച്ചകൾ, സക്കാത്ത് സംബന്ധമായ ചർച്ചകൾ, അതേ പ്രകാരം തന്നെ വ്യാപാരികളിൽപ്പെട്ട ഒരാൾക്ക് വന്നൊരു വിഷമം, വലിയ നഷ്ടം വന്നു. അതൊക്കെ ഇതിൽ വരുന്ന സംഗതികളാണ്. വലിയ നഷ്ടം വന്നു. കച്ചവടക്കാർ നഷ്ടം സംഭവിച്ചാൽ പിന്നെ വളരെ വലിയ സങ്കടമാണ്. കാരണം അവർ പ്രതാപികളായി ജീവിച്ചു, ഉന്നതന്മാരായി അവർ ജീവിച്ചു, ഇടയ്ക്ക് അവർ ഡൗണായി. താങ്ങാൻ സാധാരണക്കാരുണ്ടാവൂല. കാരണം ഒരു കാലത്ത് മുതലാളിമാരായതാണ്. പക്ഷെ മുതലാളിയായി, വ്യവസായിയായി, വ്യാപാരിയായ ഒരാൾ പരാജയപ്പെടുമ്പോൾ
അയാൾ അടിയിൽ പോയാൽ അതിന്റെ ഗതികേട് എല്ലാവർക്കും ആസ്വദിക്കാൻ രുചിക്കാൻ സാധിക്കുന്നത് കൊണ്ട് വ്യാപാരികളിലൂടെ തന്നെ അയാൾക്കൊരു കൈത്താങ്ങ് നൽകാൻ കഴിഞ്ഞാൽ ഈ സംഘടന ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഷയമായിരിക്കും. അങ്ങനെയൊക്കെ ഈ സംഘടനയുടെ കൂട്ടായ്മയിലൂടെ ഭൗതികവും ആത്മീയവുമായ വിഷയങ്ങൾക്ക് കരുപിടിപ്പിക്കാം. പ്രധാനമായും ഈമാന്റെ സംരക്ഷണമാണ് ഈ സംഘടന ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ പങ്കാളിത്തവും ഭാഗധേയത്വവും ശക്തമായ രീതിയിൽ ഉണ്ടാവണം എന്നു തന്നെ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഉണർത്തുന്നു. നമ്മൾ കുറച്ച് അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ല. അല്ലാഹു തആല കബൂലാക്കട്ടെ. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ സംഭവിച്ചുപോയ ക്ലാസ്മേറ്റുകളോടൊന്നിച്ച് പഠന കാലഘട്ടത്തിൽ, അധ്യാപന കാലഘട്ടത്തിൽ, രാജ്യം വിട്ടുപോയ സന്ദർഭത്തിൽ, തൊഴിലിന് പോയ സന്ദർഭത്തിൽ, നാടിൽ നടന്ന സന്ദർഭത്തിൽ, നാടിൽ ഉഴന്നു നടന്നപ്പോൾ ഇങ്ങനെ ഒരു ബോധോദയം എത്തുന്നതിന്റെ മുമ്പ്, ബോധം വെക്കുന്നതിന്റെ മുമ്പ് അങ്ങനെ പോയ കാലത്തിലേക്ക് പോവുന്നു. അങ്ങനെ ഓരോ അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറയുമ്പോഴും ഓരോ തെറ്റുകൾ, 2 തെറ്റുകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ അതിനെ തൊട്ട് ഇങ്ങനെ പാപ്പം വെച്ച ഇനിയുള്ള 2-3 ദിവസം പ്രധാനമായി ചെയ്യേണ്ട ഒരു അമലാണത്. അല്ലാഹു കബൂലാക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ജദ്ദിദൂ ഈമാനക്കും വനവ്വിഹൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനതക്കും ബിഖൗലി ലാ لا إله إلا الله، 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 لا إله إلا الله. ഈ കെലിമയുടെ മേലായി എന്നെ മരിപ്പിക്കണേ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് 10 വട്ടം കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
لا إله إلا الله لا إله إلا الله لا إله إلا الله لا